ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആദർശും നയനയും വിജയശ്രീ ലാളിതരായി വീട്ടിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞപ്പം മകനും മരുമകളും വരുന്നതും കാത്ത് ഇങ്ങനെ വഴിയോരത്തേക്ക് കണ്ണും നട്ട് നോക്കിയിരിക്കുകയായിരുന്നു ദേവയാനി. ഒപ്പം ആ പിശാച ജലജയുണ്ടായിരുന്നു. വന്നു കയറി കഴിഞ്ഞപ്പോഴേക്കും മകനും മരുമകളും ചേർന്ന് അവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം ദേവയാനിയോട് പറയുക. അപ്പോൾ ദേവയാനി ഒരുമാതിരി മുള്ളും മുനിയും വെച്ചുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങളെ തകർക്കാൻ വേണ്ടി ആരോ മനഃപൂർവ്വം ചെയ്തതാണെന്നുള്ള കാര്യം പറയുമ്പോൾ ക്രിമിനൽസ് അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ അതേ പശ്ചാത്തലമുള്ളവരുടെ അരികിലേക്കാണ് ക്രിമിനൽസ് വരികയുള്ളൂ എന്നും ക്രിമിനൽസ് ഉള്ളിടത്തേക്കാണ് ഗുണ്ടകൾ വരികയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗുകളും കാര്യങ്ങളൊക്കെ നടത്തി. അപ്പോൾ നമ്മുടെ നയന പറഞ്ഞു, അമ്മേ ഇതാരോ മനഃപൂർവ്വം ചെയ്തതാ, ഞങ്ങളെ മനഃപൂർവ്വം തകർക്കാൻ വേണ്ടി ചെയ്തതാണെന്നുള്ള കാര്യമൊക്കെ പറയാം. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്തോ ഒരു വലിയ ചതി നടന്നിട്ടുണ്ടെന്നും. അപ്പോൾ നമ്മുടെ ആദർശ് പറഞ്ഞു, അങ്ങനെ ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാനായിട്ട് പോലീസിനോട് പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ജലജ ഒന്ന് ഞെട്ടി. ജലജ എന്നിട്ട് ഇങ്ങനെ ഒരു നോട്ടം നോക്കുക. എന്തായാലും അധിക താമസമൊന്നും ഇല്ല എന്നുള്ളൊരു രീതിയിൽ അങ്ങനെ നമ്മുടെ ആദർശ് ഈ കാര്യമെല്ലാം പറഞ്ഞ് നയനയും കൂട്ടി അകത്തേക്ക് കയറിപ്പോയി. ആദർശും നയനയും അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും ജലജ കിട്ടിയ അവസരം മുതലെടുത്തുകൊണ്ട് ദേവയാനിയോട് പറയുകയാണ്, കണ്ടോ ഏട്ടത്തി, കണ്ടോ കിട്ടിയ അവസരം അവനും അവളും കൂടെ മുതലെടുത്തത്. ഏട്ടത്തിയുടെ കണ്ണിൽ പൊടിയിട്ട് ഒരു ഇല്ലാക്കഥയും പറഞ്ഞു പിടിപ്പിച്ച് ഇവിടെ വന്ന് ഓരോന്ന് പറഞ്ഞുണ്ടാക്കിയത് കണ്ടില്ലേ എന്ന് ചോദിച്ചു. അതില്ലാക്കഥയാണെന്ന് നിനക്കെങ്ങനെ പറയാൻ പറ്റുമെന്നിങ്ങനെ ചോദിച്ചപ്പോൾ പിന്നെ അത് ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കില്ല ഏട്ടത്തി. അങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണെങ്കിൽ കൊണ്ടുപോയ ആ വിഗ്രഹങ്ങൾ എങ്ങനെ തിരിച്ചു കിട്ടും? അത് കഴിവുള്ളവന്മാരാണ് കൊണ്ടുപോയിരിക്കുന്നതെങ്കിൽ ഒരിക്കലും അത് തിരിച്ചു കിട്ടില്ല. നോക്കിക്കോ, ആദർശിനെ അവൾ പറഞ്ഞു മയക്കി കയ്യിലാക്കി വെച്ചിരിക്കുന്നതാണ്. ആദർശം ഇപ്പോൾ അവളുടെ ആ ഒരു ഇതിൽ മയങ്ങി നടക്കുക. അവനെ വീട്ടിൽ കയറ്റാതിരിക്കാൻ അവൾ കണ്ടുപിടിച്ച ഒരു അടവ് മാത്രമാണ് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണം. ഒരു പക്ഷേ ഇവൾ തന്നെയായിരിക്കും ഇതൊക്കെ ഉണ്ടാക്കി വെച്ചതെന്നും ആദർശിനെ അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി ചെയ്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ ദേവയാനിയുടെ ചെവി കടിച്ചു പറിക്കുന്നു. നീ എന്തിനാ ഏത് നേരം ഇങ്ങനെ ഓരോന്ന് പറയുന്നതെന്ന് ചോദിച്ചപ്പം, ഏട്ടത്തി, ഞാൻ എൻ്റെ മരുമകളെ ഇന്ന് വരെ അംഗീകരിച്ചിട്ടില്ല. എൻ്റെ മരുമകളെ ഞാൻ തള്ളിക്കളഞ്ഞതാണ്. അതുപോലെ തന്നെ ഇവളുമാർ രണ്ടും ഈ കുടുംബത്തിന് യോജിച്ചവളുമാരല്ല. ഇവളുമാരെ രണ്ടിനെയും ഇവിടെ നിന്ന് പറപ്പിക്കേണ്ട സമയം കഴിഞ്ഞു. ആദ്യം വന്നവൾ ആദ്യം പോണം. അതിനുശേഷം രണ്ടാമത്തവളെ ചവിട്ടി പുറത്താക്കാൻ എളുപ്പമുള്ള കാര്യമാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവർ ഈ ഡയലോഗുകളും കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ജലജയാണെങ്കിൽ മാക്സിമം ദേവയാനി പിരികേറ്റി കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നു. ഏട്ടത്തിയുടെ ജീവിതത്തിൽ ഇവളെപ്പോലെ ഒരു മരുമകൾ നിലനിന്നാൽ ഏട്ടത്തിക്ക് എന്നേക്കുമായി ഏട്ടത്തിയുടെ മകനെ നഷ്ടപ്പെടും, ഈ വീട്ടിലെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടും, അതുപോലെ ഏട്ടത്തിയുടെ ജീവിതം ഒരർത്ഥമില്ലാത്ത ജീവിതമായി പോകും തുടങ്ങിയ ഡയലോഗുകളും കാര്യങ്ങളും ഒരു പഞ്ഞവും ഇല്ലാതെ അങ്ങ് ഇറങ്ങുന്നു. അങ്ങനെ ഇതെല്ലാം പറഞ്ഞ് ജലജ ദേവയാനിയുടെ മനസ്സിനെ ചൂട് പിടിപ്പിച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ഞാൻ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതേ ഉള്ളൂ, ഇനിയിപ്പോൾ ബാക്കിയൊക്കെ ഏട്ടത്തിയുടെ ഇഷ്ടം എന്നുള്ള കാര്യവും പറഞ്ഞു. അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞ് അങ്ങനെ ആ ഒരു സംസാരത്തിന് ശേഷം ജലജയാണെങ്കിൽ ദേവയാനി ഒരു നോട്ടമൊക്കെ നോക്കി അവിടെ നിന്ന് പോയി. ദേവയാനി അന്നേരം ഇങ്ങനെ ഭ്രാന്ത് കയറി നിൽക്കുകയാണെന്ന് മനസ്സിലായിട്ട് അങ്ങനെ നേരെ ഈ ജലജ ചെന്ന് കയറുന്നത് വേറെ എവിടേക്കുമല്ല, നമ്മുടെ മകൻ്റെ അടുത്തേക്ക്, അഭിയുടെ അടുത്തേക്ക് ചെന്ന് അഭി എന്നും പറഞ്ഞ് വിളിച്ചു. അഭി വന്നപ്പോഴത്തേക്ക് ആ ചെവിക്കല്ല് നോക്കി ഒറ്റ അടിയായിരുന്നു. ഒറ്റ അടി അടിച്ചിട്ട്, തൊലഞ്ഞടാ, എല്ലാം തൊലഞ്ഞു, എല്ലാം നശിപ്പിച്ചു, നീ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയെന്നൊക്കെ പറഞ്ഞല്ലോ, വിഗ്രഹങ്ങളൊക്കെ അവളുമാർക്ക് തിരിച്ചു കിട്ടിയടാ, അതൊക്കെ വിറ്റ് അവളുമാർ കാശാക്കിയടാന്ന് പറഞ്ഞു. നിന്നെയൊക്കെ എന്തിനു കൊള്ളാം, നിന്നെക്കൊണ്ട് ഒരു ഗുണവും ഇല്ലെന്ന് അച്ഛൻ പറയുന്നത് 100% ശരിയാണ്. ദേ ഇപ്പം ഇതിൻ്റെ പിന്നിൽ കളിച്ചിരിക്കുന്നത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ആദർശ് പോലീസിനെ വരെ ഏർപ്പാടാക്കിയിരിക്കുക. അതിൻ്റെ പിന്നിൽ നീയാണെന്നെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള അവസ്ഥ എന്താകുവേടാ, നീ അത് ചിന്തിച്ചിട്ടുണ്ടോടാ? ഇതൊക്കെ പറഞ്ഞുകൊണ്ട് മകനെ അവിടെ ഇട്ട് തലങ്ങും വിലങ്ങും തകർത്തു വാരി ജലജ. നിന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ലടാ എന്നും പറഞ്ഞുകൊണ്ട്. അമ്മ എന്തൊക്കെ ഈ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ, ഞാൻ പറഞ്ഞതിലാണോടാ തെറ്റ്, നീ എന്താടാ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അമ്മ ഭയങ്കരമായിട്ട് ഇങ്ങനെ മകനോട് ദേഷ്യപ്പെടുന്നു. ഞാനതെല്ലാം കൃത്യമായി ചെയ്തതാണെന്നും ഞാൻ ഏർപ്പാടാക്കിയ ആൾക്കാരതൊക്കെ കൃത്യമായി ചെയ്തതാണെന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ, നീ നിൻ്റെ ആൾക്കാരും കൃത്യമായിട്ട് ചെയ്തിട്ടാണല്ലോ അല്ലേടാ അവൻ ഇപ്പോൾ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മകനോട് അമ്മ പറയണു, ഒന്നിനും ഒരിക്കലും കഴിയില്ല, നീയൊന്നും ഈ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോകണില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമോ. അപ്പം ഇതൊക്കെ കേട്ടപ്പോൾ അമ്മ ഇങ്ങനെ ഒന്നും പറയരുതെന്നൊക്കെ മകൻ പറഞ്ഞെങ്കിൽ പോലും പുള്ളിക്കാരി ഇങ്ങനെ ഉള്ളിലെ ദേഷ്യം മുഴുവൻ പറഞ്ഞു തീർത്തുകൊണ്ടേ ഇരിക്കുവാണ്.
ഒരു രക്ഷയില്ല. ഭയങ്കര ദേഷ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യം. അങ്ങനെ ജലജയാണെന്നുണ്ടെങ്കിൽ ഇനി അവളുമാർക്കിട്ട് ഇതുപോലൊരു പണി കൊടുക്കാനുള്ളൊരു അവസരം ഇല്ലായിരുന്നു, അത്രയും വലിയൊരു ചാൻസാണ് നീ നഷ്ടപ്പെടുത്തി കളഞ്ഞത് തുടങ്ങിയ രീതിയിലൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഇവർ തമ്മിൽ ഈ ഒരു കാര്യം പറഞ്ഞ് വഴക്കും വക്കാണവും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ അമ്മ ഇങ്ങനെ ടെൻഷൻ ആവേണ്ട, അടുത്ത എന്തെങ്കിലും ഒരു വഴി കാണും എന്ന് പറഞ്ഞപ്പോൾ എന്ത് വഴി കാണാൻ, ഒരു വഴിയും കാണില്ല, നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലെന്ന് വീണ്ടും വീണ്ടും അമ്മ മകനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇവർ ഈ ഒരു കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ ആദർശം നയനയും കൂടെ മുറിയിൽ ചെന്നു. അവർ രണ്ടുപേരും കൂടെ അവിടെ ചെന്ന് ഇന്ന് നടന്ന കാര്യങ്ങൾ, ഈ 2 ദിവസമായിട്ട് സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുക. അപ്പോൾ അങ്ങനെ ആദർശ് വളരെ സ്നേഹത്തോടെ നമ്മുടെ നയനയോട് സംസാരിക്കുന്നു. അതുപോലെ തന്നെ നയനയും എൻ്റെ കുടുംബത്തിനോടും എന്നോടുമുള്ള ആദർശേട്ടൻ്റെ ആത്മാർത്ഥത എത്രത്തോളമാണെന്ന് ഞാൻ മനസ്സിലാക്കിയെന്നും അതുകൊണ്ട് തന്നെ ഇനി എത്ര വഴക്കുണ്ടായാലും ഞാൻ സംയമനം പാലിക്കുമെന്നും ആദർശേട്ടന് മേളിൽ ഞാൻ ഇനി ഒന്നും പറയില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നയന ഇങ്ങനെ പറയാം. അപ്പം നയന ഇങ്ങനെ പറയുന്നു. അപ്പോൾ ആദർശ് അങ്ങനെയൊന്നും വേണ്ട, തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് പറയുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല, പക്ഷേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ജാടയും അല്ലെങ്കിൽ ദേഷ്യമൊക്കെ കാണിക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത്, അതിന് മാത്രമേ ഞാൻ പറയാറുള്ളൂ, അല്ലാത്ത പക്ഷം ഞാനൊന്നും പറയാറില്ല തുടങ്ങിയ രീതിയിലൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് സംസാരിച്ചു. അങ്ങനെ ഇവർ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുന്ന സമയത്ത് ഡ്യൂപ്ലിക്കേറ്റ് തലേണ്ണയൊക്കെ വയറിൽ വെച്ച് നോക്കി ഇതെങ്ങനെ വെക്കണം എന്നൊക്കെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നവ്യ ആ വഴിക്ക് വരിക. അപ്പം നവ്യ ഇങ്ങനെ അതിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ മുറിയിൽ നിന്ന് ഭയങ്കര സംസാരവും ചിരിയും അങ്ങനെ ശബ്ദങ്ങളൊക്കെ കേട്ടു. അപ്പോഴേക്കും പതുക്കെ നടന്ന് ഇവരുടെ ബെഡ്റൂമിലേക്ക് വന്ന് വാതുപടിയിൽ നിൽക്കുവാണ്. ഇവരെന്താ പറയുന്നത്, ഇവരെന്താ കാണിക്കുന്നതെന്ന് കാണാൻ വേണ്ടി. ആ സമയം ഇവർ വളരെ സ്നേഹത്തോടെ സംസാരിച്ച് ചിരിയും കളിയും തമാശയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്താണ് നവ്യ വന്ന് ഇത് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശ് നയനയെ എടുത്തു പൊക്കി കറക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് കണ്ടപ്പോഴത്തേക്കും നവ്യയുടെ ഗ്യാസ് പകുതി അങ്ങ് പോയി. നവ്യക്കാണെങ്കിൽ ഭയങ്കരമായ ദേഷ്യം അങ്ങോട്ട് വന്നു. നവ്യാണെങ്കിൽ ഷോ ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. കാരണം ആദർശ് നയനയെ എടുത്ത് കറക്കി സ്നേഹം കൊണ്ട് ഉമ്മ വയ്ക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരിത്. അപ്പോൾ അങ്ങനെ ഇവർ തമ്മിൽ ആ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നവ്യയുടെ പിടിവിട്ട് പോയി. അങ്ങനെ ആദർശമായിട്ട് എന്നെ നിലത്ത് നിർത്താനൊക്കെ പറയുന്നുണ്ട്. നിലത്ത് നിർത്തില്ലെന്ന് പറഞ്ഞ ആദർശ. അങ്ങനെ അവരൊരു നല്ലൊരു അടിപൊളി റൊമാൻസുമായിട്ട് ഇങ്ങനെ ആ ബെഡ്റൂമിൽ ഇങ്ങനെ കഴിയണം. ഇതൊക്കെ കണ്ട് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് കിളി പോയി നവ്യ നേരെ മുറിയിൽ ചെല്ലുമ്പോൾ അഭിയെ കാണുന്നു. സിംഹത്തിൻ്റെ മടയിലേക്കാണ് ചെന്ന് കയറിയതെന്ന് അറിയാതെ അഭിയുടെ അടുത്തേക്ക് ചെന്ന് നവ്യാണെങ്കിൽ ഇവിടെ കണ്ട കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് അഭിയോട് ഭയങ്കരമായിട്ട് ദേഷ്യത്തിലൊക്കെ സംസാരിക്കുക. ഈ നവ്യയുടെ സ്വഭാവവും ദേഷ്യവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അഭിക്ക് അഭിയുടെ പിടി വിട്ടുപോയി. അമ്മയുടെ തല്ലും മേടിച്ചുകൊണ്ട് വന്നിരിക്കുവാണ്, എല്ലാത്തിലും തോറ്റു തുന്നം പാടി. അപ്പോൾ പിന്നെ ബാക്കി കാര്യം പറയണം. നവ്യ ചെന്ന റൊമാൻസിനെ കുറിച്ച് സംസാരിച്ച് തീർന്നില്ല. അതിനു മുമ്പ് അവിടുന്ന് എടുത്ത് ചാടി ഉറഞ്ഞു തുള്ളുകയാണ് അഭി. നിനക്ക് എന്താടി എന്നും ചോദിച്ചുകൊണ്ട്, നിനക്ക് കുറേ റൊമാൻസ് മാത്രമേ ഉള്ളൂ, നിനക്ക് അങ്ങനെയാണ് നിനക്ക് ഇങ്ങനെയാണ്, നിന്നെയും കൊണ്ട് ഒരു ഗുണവും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് അഭി അങ്ങ് തുടങ്ങിയില്ലേ. പിന്നെ ഇവർ തമ്മിലായി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞിങ്ങനെ നിൽക്കുക. പിന്നെ നീ കൊള്ളത്തില്ല, നിനക്ക് ആ കഴിവില്ല, നിനക്ക് ഈ കഴിവില്ല, ഈ കഴിവുകളും കൊള്ളത്തില്ലായ്മ ഇതൊക്കെ പറയുവാണ്. നിന്നെ കെട്ടണ്ടായിരുന്നു നവ്യ, നിന്നെ കെട്ടിയത് തന്നെ എൻ്റെ ജീവൻ തൊലഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ പറയാവുന്നതും പറയാൻ പാടില്ലാത്തതും ചുമച്ചാറ പറഞ്ഞ് രണ്ടുപേരും കൂടെ വഴക്കാട്ടോ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി വഴക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ടൊക്കെ ഇങ്ങനെ അങ്ങ് പോകണം. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം അവിടെ സംഭവിക്കുക. ഇതേ സമയത്ത് നമ്മുടെ ദേവയാനി ഇങ്ങനെ ഒരിടത്ത് പോയിരിക്കുന്നു. ദേവയാനി ഇങ്ങനെ പോയിരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കാം, നയനയിൽ നിന്ന് എങ്ങനെ ആദർശിനെ പിടിച്ചെടുക്കും, അല്ലെങ്കിൽ അവളെ എങ്ങനെ ഇവിടെ നിന്ന് പുറത്താക്കും എന്നൊക്കെയുള്ളൊരു ചിന്തയൊക്കെ ആയിട്ട് ആശാത്തി ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു കൂട്ടുവാണ്. ഈ സമയത്ത് അവിടെ ഗോവിന്ദേട്ടനും അതുപോലെ കനകവും ഒക്കെ ഇവിടെ ചെന്ന് കഴിയുമ്പോൾ നയനയ്ക്കും അതുപോലെ ആദർശിനും എന്തായിരിക്കും ഇവിടെ നിന്ന് കിട്ടാൻ പോകുന്ന സ്വീകരണം എന്നുള്ള ഒരു പേടിയും ടെൻഷനുമായിട്ട് അവരങ്ങനെ ഇരിക്കുന്നു. എന്നിട്ട് അവരത് പരസ്പരം പറയുന്നുണ്ട്, അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ നയനമോളെ തീർച്ചയായും നമ്മളെ വിളിച്ചേനെ, നമ്മളോടത് പറഞ്ഞേനെ, അതുകൊണ്ട് വിളിക്കാത്ത പക്ഷം വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉള്ളതായിട്ടൊന്നും കണക്കാക്കണ്ട, നിങ്ങൾ വെറുതെ ടെൻഷൻ ആവണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ ഇവർക്ക് സമാധാനമായിട്ട് ഇവരെ ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ ഇവർക്കിടയിലുള്ള ആ ഒരു വലിയ മഞ്ഞുരുകി എന്നുള്ള ഒരു ഇത് കനകത്തിനും അതുപോലെ തന്നെ ഗോവിന്ദേട്ടനൊക്കെ മനസ്സിലായി. അല്ലെങ്കിൽ ഒരിക്കലും ആദർശമോൻ ഇങ്ങനെയൊന്നും വരില്ലെന്നും സഹായിക്കില്ലെന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ട് അറിയാം.
അപ്പം അവർ ആ ഒരു രീതിയിൽ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ഇവിടെ നമ്മുടെ ആദർശ് നയനയെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞത് തകർക്കുക. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല ഇതിലിങ്ങനെ ഇരിക്കുന്നു. അതുപോലെ തന്നെ നയന ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ആദർശ് ചെയ്ത കാര്യങ്ങൾ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. ഇവരുടെ രണ്ടുപേരുടെയും ഇടയിലുള്ള ആ ഒരു ദേഷ്യമൊക്കെ മാറി. പിന്നെ പരസ്പരം കടപ്പാടുകളുടെയും നന്ദിയുടെയും ഒക്കെ ഒരു സാഹചര്യങ്ങളായി മാറുന്നു. അതിനെപ്പറ്റി ആ കടപ്പാടിനും അല്ലെങ്കിൽ ആ ഒരു സഹായത്തിന് വേണ്ടിയുള്ള സ്നേഹം, കരുതൽ, ഇതൊക്കെ ആയിട്ട് മാറുന്നു ഇവരുടെ സ്നേഹം. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ സൂപ്പർ ഹിറ്റ് കഥ വന്നിട്ടുള്ളത്. അപ്പം എന്തായാലും ഇവരുടെ മുറിയിലേക്ക് ചെന്ന് കയറുന്ന സമയം, അതായത് ആദർശിൻ്റെയും നയനിയുടെയും മുറിയിലേക്ക് ചെന്ന് കയറുന്ന സമയം നവ്യയും ഞെട്ടി. അതുപോലെ തന്നെ ഇവരുടെ ഈ ഒരു കാര്യങ്ങൾ കണ്ട് ദേവയാനിയും ഞെട്ടുന്നു. അപ്പോൾ ദേവയാനി ഇവരുടെ ആ ഒരു ബെഡ്റൂമിലെ സന്തോഷവും കാര്യങ്ങളൊക്കെ ദേവയാനിയും കാണാനും കേൾക്കാനും ഒക്കെ ഇടയായി. എന്തായാലും അതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായ ഇരട്ടി കലിപ്പായി ദേവയാനിക്ക്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് സൂപ്പർ ഹിറ്റ് കഥ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.